മകരവിളക്ക് ഇന്ന് മകരജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി ദേവസ്വം ബോർഡ്. വെല്ലുവിളി നിറഞ്ഞ തീർത്ഥാടന കാലമാണ് പൂർത്തിയാകുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. റിനു ശ്രീധർ ചേരുകയാണ് സന്നിധാനത്ത് നിന്നും. റിനു, ഇന്ന് മകരവിളക്കാണ്. വലിയ രീതിയിലുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്ക് തന്നെയാണ് ഇന്ന് സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. എങ്ങനെയുണ്ട്? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണോ? പ്രിയ, കൃത്യമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ രാവിലെ അയ്യപ്പ സന്നിധിയിൽ എത്തി. ഒപ്പം എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും വിലയിരുത്തി എന്നുള്ളതാണ്. വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് ഏകദേശം 5 ലക്ഷത്തിലധികം പേരെയാണ് ഇന്ന് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി. കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത് വലിയൊരു വെല്ലുവിളി നേരിടുന്ന ഒരു മണ്ഡലകാലമാണ് പൂർത്തിയാകുന്നത് എന്നുള്ളൊരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം പന്തളം രാജകുടുംബം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നത് കൃത്യമായ അക്രമികളെ ഭയന്ന് തന്നെയാണ്. അക്രമികൾ അറിയാം, ഈ മണ്ഡലകാലത്ത് സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ ഏത് രീതിയിലാണ് ശബരിമലയിൽ അക്രമം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പന്തളം രാജകുടുംബം സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത് എന്നുള്ളതാണ്. അതിനു മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതായത് നമുക്കറിയാം, അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറവായിരുന്നു. അതിനാൽ തന്നെ നടവരവ് പൊതുവെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നടവരവ് കുറഞ്ഞെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ദേവസ്വം ബോർഡിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ വിഷമവുമില്ല എന്നുള്ളത് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. അത്തരത്തിലൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഒപ്പം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി ശബരിമലയെ മുതലെടുക്കുന്നു എന്നുള്ള ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്തായാലും മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ നിന്ന് റൂമിലേക്ക് പോയത്. എന്തായാലും വൈകുന്നേരം തിരുവാഭരണ ഘോഷയാത്ര എത്തുമ്പോഴേക്കും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിച്ച് നടപ്പന്തൽ നിന്ന് സോപാനത്തിലേക്ക് എത്തിക്കുന്നതും തുടർന്ന് ദീപാരാധന നടക്കുന്നതും. ഈ ദീപാരാധന നടക്കുന്ന സമയത്താണ് പൊന്നമ്പലമേട്ടിൽ കൃത്യമായി തന്നെ മകരജ്യോതി തെളിയുന്നത് എന്നുള്ളതാണ്. ഒപ്പം അതിനുശേഷമായിരിക്കും മകരസംക്രമ പൂജ നടക്കുന്നത്. 7:52 കൂടിയാണ് മകരസംക്രമ പൂജ. അതിനു മുന്നോടിയായി ഇന്നലെ തന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് 7 തേങ്ങകളിലായി നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മകരസംക്രമ പൂജയ്ക്കായി ഉപയോഗിക്കുന്നത്. അത് വൈകുന്നേരത്തോടു കൂടി ഈ 7 തേങ്ങയിലെ, സാധാരണഗതിയിൽ നമുക്ക് നെയ്യ് പാത്രങ്ങളിലാണ് വരുന്ന ഭക്തർ അയ്യപ്പ സന്നിധിയിലേക്ക് അഭിഷേകത്തിനായി നൽകുന്നത്. എന്നാൽ ഇത് 7 തേങ്ങ ആയിട്ട് തന്നെ അയ്യപ്പ സന്നിധിയിലേക്ക് നൽകും. അത് അയ്യപ്പന്റെ മുന്നിൽ വെച്ച് തന്നെ തേങ്ങയുടച്ച് തിരുവിതാംകൂർ രാജകുടുംബം നൽകിയ ആ ഒരു തേങ്ങ പൊട്ടിച്ച് അഭിഷേകം ചെയ്ത് അതിന്റെ പകുതി തേങ്ങയിൽ ആ നെയ്യ് തിരിച്ച് നൽകുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷമാണ് മകരസംക്രമ പൂജ നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ തിരുവിതാംകൂറിന്റെ ഒരു നെയ്യഭിഷേക ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം മകരസംക്രമ പൂജ. അതിനുശേഷം 8 മണിയോട് കൂടിയായിരിക്കും കൃത്യമായി സ്വർണ്ണാഭരണ വിഭൂഷകനായിട്ടുള്ള അയ്യപ്പനെ ദർശിക്കുവാനുള്ള ഒരു അവസരം ഭക്തജനങ്ങൾക്കുണ്ടാകുക എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ നെയ്യഭിഷേകങ്ങളൊക്കെ തന്നെ 3:15 കൂടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഏകദേശം 12:30 വരെയാണ് സാധാരണഗതിയിൽ നെയ്യഭിഷേക ചടങ്ങുകൾ എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ രാവിലെ എത്തി എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ ഒരു വിപുലീകരണമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇവിടെ വിലയിരുത്തിയിരുന്നു. ഒപ്പം നമുക്കറിയാം, കോടതി നിയോഗിച്ച ഒരു സമിതി ഇവിടെയുണ്ട്. ആ സമിതി ജസ്റ്റിസ് PR രാമൻ, സിരിജകൻ, അതുപോലെ തന്നെ ഹേമേന്ദ്രൻ ഒക്കെ തന്നെ IPS ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. ഓരോ ദിവസവും 16-ാം തീയതി വരെ അവർ ഇവിടെ ഉണ്ടാകും. ഓരോ ദിവസവും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളിലും സംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം KSRTCയുടെ ഒരു ഇടപെടൽ കൃത്യമായി തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ 400 സർവീസുകളാണ് പമ്പ നിലയ്ക്കലിലും മറ്റുമായി ക്രമീകരിച്ചിരിക്കുന്നത് KSRTC. പക്ഷേ ഇപ്പോൾ മണ്ഡലവിളക്കിനോട് അനുബന്ധിച്ച് 900 സ്പെഷ്യൽ സർവീസുകളാണ് KSRTC കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് സർവീസുകൾ നടത്തുന്നത്. കാരണം അത്രയും അധികം തിരക്കാണ്. നമുക്കറിയാം, പ്രളയം ബാധിച്ച ഒരു പമ്പ ബാക്കി നിൽക്കുന്നുണ്ട്. ആ പമ്പയിലേക്ക് കൃത്യമായി തന്നെ ആർക്കും വിരിവെക്കുവാനോ അതുപോലെ തന്നെ ഹിൽ ടോപ്പിൽ നിന്ന് പൊന്നമ്പലമേട്ടിലേക്ക് മകരവിളക്ക് ദർശിക്കാനോ അനുവാദം ഇക്കൊല്ലമില്ല. കാരണം ഒരു അപകട സാധ്യത കണക്കിലെടുത്താണ് അത്തരത്തിലൊരു ഇടപെടൽ ക്രമീകരിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡും പോലീസും. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ക്രൗഡ് നിയന്ത്രിക്കുവാൻ വേണ്ടി പോലീസ് നന്നേ കഷ്ടപ്പെട്ടു
പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം മുതൽ ലക്ഷോപലക്ഷം, ഇന്നലത്തെ ഒരു കണക്കനുസരിച്ച് തന്നെ ഏകദേശം 1,30,000-ത്തിലധികം അയ്യപ്പ ഭക്തരാണ് ഇന്നലെ ഒരു ദിവസം വൈകുന്നേരത്തോടു കൂടി അയ്യപ്പ സന്നിധിയിലെത്തിയത്. ഈ അയ്യപ്പ ഭക്തർ ഒന്നും തന്നെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം മകരവിളക്ക് ദർശിച്ചതിന് ശേഷം മാത്രമേ അവർ പോകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്പടിച്ച് വിവിധ കേന്ദ്രങ്ങളിലേക്ക് പർണശാല കെട്ടി വിരിവച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. അത്തരത്തിലാണ് അവർ ക്രമീകരിച്ച് തയ്യാറെടുത്ത് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് 1 മണിക്ക് ശേഷം പമ്പയിൽ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെ ഒരു തീർത്ഥാടന കാലം കൂടി കഴിഞ്ഞിരിക്കുകയാണ് ശബരിമലയിൽ. ഒരുപക്ഷെ ദേവസ്വം മന്ത്രി പറഞ്ഞതുപോലെ തന്നെ വെല്ലുവിളി നിറഞ്ഞ ഒരു തീർത്ഥാടന കാലമാണ് കടന്നുപോയത് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. പല സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടു ഈ തീർത്ഥാടന കാലയളവിൽ. എങ്ങനെയാണ് ഇപ്പോൾ ഈ സമാധാനപരമായി ഇന്ന് മകരജ്യോതി മകരവിളക്കാണ് ഇന്ന് ഈ ശബരിമല തീർത്ഥാടന കാലത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ ശബരിമല വിഷയം ഇത്ര കണ്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടൊരു കാലഘട്ടം കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. ശബരിമലയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഭക്തി, ആത്മീയത, വിശ്വാസം, ആചാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം രാഷ്ട്രീയ മാനങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുകയായിരുന്നു. രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിനെ ഏതെങ്കിലും പാർട്ടി ശ്രമിച്ചാൽ നമുക്ക് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇത് എല്ലാ വിശ്വാസങ്ങൾക്കും എല്ലാ ആചാരങ്ങൾക്കും ഒക്കെ അതൊക്കെ നിലനിൽക്കേണ്ടതാണ്, എക്കാലവും നിലനിൽക്കേണ്ടതാണ് എന്ന വളരെ ഒരു പ്രാകൃതമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പല പാർട്ടികളും മുന്നോട്ട് പോയത്. പക്ഷേ ഈ ശബരിമല അവസാനം എന്തൊക്കെയാണെങ്കിലും അവിടെ ഒരു കലുഷിതമാക്കാൻ ശ്രമം നടന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തൊക്കെയാണെങ്കിലും പോലീസിന്റെ ഒരു നിർണായകമായ ഇടപെടൽ, പോലീസ് വളരെ പല ഘട്ടങ്ങളിലും വലിയ സംയമനം പാലിച്ചു എന്നുള്ള കാര്യം. പിന്നെ കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ, അവർക്ക് ഒരിക്കലും ഒരു കലാപത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന കാര്യം. 7 ഹർത്താലുകൾ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്ന കാര്യം ഓർക്കണം. സമാധാനത്തോടുകൂടി ശബരിമല എപ്പോഴും ആത്മീയ കേന്ദ്രമാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ഭക്തജനങ്ങൾ അവിടെ എത്തുന്നുണ്ട് ഓരോ വർഷവും. അതുകൊണ്ട് തന്നെ അതിന്റെ സമാധാനവും നല്ല അന്തരീക്ഷവും ആത്മീയ അന്തരീക്ഷവും കാത്തുസൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ഇക്കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റും പോലീസും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. രാഷ്ട്രീയ അതിപ്രസരം വളരെ ഉണ്ടായിട്ടും ക്ഷമയോടുകൂടി പോലീസ് അതിനെല്ലാം നേരിട്ടു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇതിന്റെ മകരവിളക്ക് കഴിയുന്നതോടുകൂടി കേരള സർക്കാരിനെ ഒരു വലിയ ഭാരം ഒഴിയുകയാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും അത് തന്നെയാണ്. ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം വെല്ലുവിളികൾ പലരും ഉയർത്തിയിരുന്നു. പക്ഷെ അതിനെല്ലാം സർക്കാർ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോയ ഒരു കാഴ്ച നമുക്ക് കാണാം. പലരും അവരുടെ മറ്റു പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി, തുറന്നു പറഞ്ഞാൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശബരിമലയെ ഒരു ഹേതുവാക്കുമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിൽ ഒരു സാംസ്കാരിക ഒരു പൈതൃക കേന്ദ്രത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അതിനെല്ലാം അതിജീവിക്കാൻ സർക്കാരിന്റെ സമുചിതമായ നീക്കങ്ങളിലൂടെ കഴിഞ്ഞു എന്ന് തന്നെ വേണ്ടേ പറയാൻ? അതെ, അങ്ങനെ വേണം പറയാൻ. ഇതിലെ BJP നേരത്തെ എടുത്ത സുപ്രീം കോടതി വിധിയോടെടുത്ത നിലപാട് അത് ശരിക്കും സ്ത്രീ പ്രവേശത്തെ അനുകൂലിച്ചുകൊണ്ടുള്ളതായിരുന്നു. RSS വളരെ ശക്തമായിട്ട് തന്നെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ ആരാധനാലയങ്ങളിലും പുരുഷനോടൊപ്പം തുല്യ പങ്കാളിത്തത്തോടെ തന്നെ പ്രവേശിക്കാനാവും, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന നിലപാടായിരുന്നു. ഈ സുപ്രീം കോടതി വിധിയോടും അവരുടെ നിലപാട് അത് തന്നെയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ NSS നടത്തിയ ഒരു നാമജപ ഒരു പ്രകടനം എന്ന് തന്നെ പറയാം, അത് കണ്ടിട്ട് കൂട്ടുമാറയാണ് എന്ന് കരുതി അവർ പെട്ടെന്ന് നിലപാട് മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ, കേരള ഗവൺമെന്റ് ആവട്ടെ നിലപാട് മാറ്റാൻ തയ്യാറായില്ല. അതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. അവർ നിലപാട് മാറ്റിയില്ല. അതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പാടുണ്ടായി. കേരളം ഒത്തിരി പ്രയാസത്തിൽ കൂടെ നീങ്ങി. എങ്കിൽ പോലും നിലപാട് മാറ്റാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് കേരള ഗവൺമെന്റിനെ കുറിച്ച്, മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അത് ശബരിമലയിൽ ആക്രമണ പ്രവർത്തനം ഒന്നും നടക്കാതെ തന്നെ കാര്യങ്ങൾ തീരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും
അത് സർക്കാരിന്റെയും പോലീസിന്റെയും ഒരു നേട്ടമാണ് എന്ന് തന്നെ പറയാം. അതിനേക്കാൾ ഉപരി ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഔദ്യോഗികമായി ആദ്യമായി 2 സ്ത്രീകൾ അവിടെ കാലുവെച്ചു. തുടർന്നും യുവതീ പ്രവേശനം ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചു. ഈ ഒരു ശബരിമല തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യവും അതുകൂടിയാണ്. അതെ, 2 യുവതികൾ അവിടെ കയറി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്തരൊന്നും അവരെ ഉപദ്രവിച്ചില്ല. ഭക്തരൊക്കെ സഹായങ്ങൾ നൽകുകയാണ് ചെയ്തത്. പിന്നീടും പല സ്ത്രീകൾ അവിടെ കയറിയതായിട്ട് റിപ്പോർട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ എന്നിട്ടും അവിടെ ശബരിമലയ്ക്കോ അയ്യപ്പനോ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് കാര്യം വേറെ. അപ്പോ ഈ ഒരു കാര്യം അംഗീകരിക്കേണ്ടതുണ്ട്. ഏതായാലും സുപ്രീം കോടതി ഉടനെ തന്നെ പുനഃപരിശോധന ഹർജികൾ പരിശോധിക്കും. അപ്പോൾ സുപ്രീം കോടതി എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധയോടെ കാത്തിരിക്കേണ്ട കാര്യമാണ്. എന്താണെങ്കിലും ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു വിധി പിൻവലിക്കാൻ അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ ആ കോടതി തന്നെ തയ്യാറാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി എന്തായിരിക്കും ഇതിന്റെ രാഷ്ട്രീയം? അതാണ് രാഷ്ട്രീയമായിട്ട് എന്തൊക്കെയാണെങ്കിലും മകരവിളക്ക് കഴിയുന്നതോടുകൂടി ശബരിമല നടയടയ്ക്കും. അവിടെ നിന്ന് എന്തെങ്കിലും സംഘർഷം ഉണ്ടെങ്കിൽ അതൊക്കെയും ഭക്തജനങ്ങളോടൊപ്പം ഇങ്ങനെ താഴേക്ക് പോരും. പക്ഷേ ശബരിമല വിഷയം കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിട്ട് തന്നെ വിവാദമായിട്ട് തന്നെ തുടരും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിലും ശബരിമലയും സ്ത്രീ പ്രവേശവും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരിക്കും. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അങ്ങനെ ഒരു തീർത്ഥാടന കാലം കൂടി ശബരിമലയിൽ കഴിഞ്ഞിരിക്കുകയാണ്. വെല്ലുവിളി നിറഞ്ഞ ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞിരിക്കുന്നു. പല സംഭവ വികാസങ്ങളും നമ്മൾ ഈ കാലയളവിൽ കണ്ടു. എന്നാൽ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് സമാധാനപരമായി ഇന്ന് മകരവിളക്ക് ദിനം എത്തിയിരിക്കുകയാണ്. അതേ സംബന്ധിച്ച് മന്ത്രി പറഞ്ഞത് എനിക്ക് തോന്നുന്നു പരിപൂർണമായും ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ തുലാമാസാട്ട വിശേഷം അവിടെ മുതലാണല്ലോ കുഴപ്പങ്ങൾ ആരംഭിച്ചത്. അവിടെ മുതൽ ഒരു മണ്ഡലക്കാലം പരിസമാപിക്കുന്ന ഇന്നുവരെയുള്ള മകരവിളക്കിൽ അവസാനിക്കുന്ന ഇന്നുവരെയുള്ള കാലം ശരിക്കും വലിയ വെല്ലുവിളികൾ സർക്കാരിന്റെ മുന്നിൽ വെച്ചതാണ്. ആ വെല്ലുവിളിയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട മാതിരി ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ, അത് സുപ്രീം കോടതി വിധി തന്നെയായിരുന്നു. സുപ്രീം കോടതി വിധിക്ക് ശേഷം വനിതാ പ്രവേശനം കോടതി തന്നെ ഭരണഘടനാപരമായ ബെഞ്ചിന്റെ പരിശോധനയ്ക്ക് ശേഷം അനുവദിച്ച ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തെ നാം ഈ കാലഘട്ടത്തിലാണ് ആദ്യമായി നേരിട്ടത്. ആദ്യമായി അതിനെ നേരിട്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, വനിതാ പ്രവേശനം സാധ്യമായി. സാധാരണഗതിയിൽ വലിയ പ്രതിഷേധമൊന്നും പ്രതീക്ഷിക്കാത്ത ഇടത്ത് ഒരു ദേശീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ വിഭാഗം, ദേശീയ പാർട്ടി എന്ന് പറഞ്ഞാൽ വെറും ദേശീയ പാർട്ടിയല്ല, രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടി, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഉണ്ടാക്കിയെടുത്ത ഗുണ്ടാ വിഭാഗം അതിജാഗ്രതയോടെ സന്നിധാനത്ത് തമ്പടിച്ചുകൊണ്ട് ഇതപര്യന്തം ഉണ്ടാകാത്ത നിലവാരത്തിലുള്ള ഹീനമായ അക്രമാസക്തത വിളംബരം ചെയ്തതിന് ശേഷവും അത് കെട്ടടങ്ങിക്കൊണ്ട് അവസാന ഘട്ടത്തിൽ ആദ്യത്തെ 2 സ്ത്രീകൾ പ്രവേശിച്ചതിന് ശേഷം 1-2 സ്ത്രീകൾ പ്രവേശിക്കുന്നതൊക്കെ ആർക്കും തടയാൻ കഴിയാത്ത വണ്ണം ഒരു സാമാന്യ നീതിയായി ഈ ഘട്ടത്തിൽ മാറിത്തീർന്നു. അത് അങ്ങനെ യുവതീ പ്രവേശനം സാധ്യമായ മുമ്പും യുവതികൾ കൈക്കൂലിയെ കൊടുത്ത് കയറിയിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ഇപ്പോൾ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശരിക്കും തലയുയർത്തി പിടിച്ച് യുവതികൾ ഈ സന്നിധാനത്തേക്ക് എത്തി എന്നതാണ് പരമപ്രധാനമായ ഒരു കാര്യം. മറ്റൊന്ന് നാം പരിശോധിക്കുക, ഈ അക്രമാസക്തതൊക്കെ വന്നപ്പോഴും യഥാർത്ഥത്തിൽ ശബരിമലയെ സംബന്ധിച്ച് നടന്നതെന്താണ്? ശബരിമലയിൽ ഓരോ വിഭാഗങ്ങളുടെയും അധികാരം എത്ര, ഓരോ വിഭാഗങ്ങളുടെയും ആചാരമര്യാദകൾ എത്ര, ഇതൊക്കെ നാം ചർച്ച ചെയ്തു. അതുമാത്രമല്ല, കഴിഞ്ഞ 2-3 മാസം നടന്ന വളരെ മാരത്തോൺ ചർച്ചകളിലൂടെയും വാഗ്വാദങ്ങളിലൂടെയും ഒക്കെ ശരാശരി മലയാളികൾ ചിലപ്പോൾ ബോധ്യത്തിലേക്ക് എത്തി. ശബരിമല ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഉടമ ദേവസ്വം ബോർഡാണ്. ശബരിമല ക്ഷേത്രത്തിൽ തന്ത്രികൾക്ക് തോന്നിയ പോലെ നടയടയ്ക്കാനും തുറക്കാനുമുള്ള അവകാശമൊന്നുമില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ തന്ത്രി കുടുംബമായ താഴമൺ കുടുംബം യഥാർത്ഥത്തിലുള്ള
അവകാശികളുടെയും അവകാശം തട്ടിയെടുത്ത വംശപരമ്പരയുടെ ഇങ്ങേയറ്റമാണ്. ആ നിലയ്ക്കുള്ള പല കാര്യങ്ങൾ ശബരിമല ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം തുടങ്ങി ക്ഷേത്രാചാരങ്ങളുമായി ബന്ധിപ്പിച്ച എല്ലാ കാര്യത്തിന്റെയും ചരിത്രപരമായ അവസ്ഥകൾ വിശദീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു മണ്ഡലക്കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല. അതുകൊണ്ടും തീർന്നില്ല. പല കാര്യങ്ങളിലും നമുക്കറിയാവുന്നത് മാതിരി ശബരിമലയിൽ കോടിക്കണക്കിന് ഈ ഭക്തരാണ് വരുന്നത് എന്ന ഒരു മിത്ത്, ഒരു മിഥ്യാബോധം അത് വെല്ലുവിളിക്കപ്പെടുകയും കൃത്യമായി ഏറ്റവും അധികം വന്നാൽ ഒരു 60-70 ലക്ഷത്തിലധികം വരാൻ ഇടയില്ല എന്ന കൃത്യമായ യാഥാർത്ഥ്യബോധത്തിലേക്ക് നാം കൺതുറക്കുകയും ഒക്കെ ചെയ്യും. ഇതിന് കൊടുക്കേണ്ടി വന്ന വില 19 കോടി രൂപയാണ്, 70 കോടി രൂപയാണ്. പക്ഷേ മന്ത്രി പറഞ്ഞത് മാതിരി വരുന്ന കാലങ്ങളിൽ, തീർത്ഥാടന കാലങ്ങളിലൊക്കെ അത് നികത്തിക്കൊള്ളുമില്ലെങ്കിൽ സർക്കാർ നികത്തും. യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കുന്നതിന് ചിലവുകളുണ്ടല്ലോ, ആ ചിലവുകളായി അതിനെ നമുക്ക് എഴുതിത്തള്ളാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ശബരിമല ക്ഷേത്രം, ശബരിമലയിലെ ഡയറ്റിയെ സംബന്ധിച്ചുള്ള സങ്കല്പം, ശബരിമല തീർത്ഥാടന കേന്ദ്ര അവസ്ഥ, ഇതൊക്കെ പുതിയ രീതിയിൽ നിരീക്ഷിക്കപ്പെട്ട പുതിയ ജാഗ്രതാബോധം നമുക്ക് നൽകിയ ശത്രുമിത്രങ്ങളിനിടയിൽ ആരാണ് മണ്ടന്മാരായ ശത്രുക്കളെന്ന് തിരിച്ചറിയാൻ മലയാളിയെ പ്രാപ്തമാക്കിയ ഒക്കെ സാഹചര്യമാണ് ഈ മണ്ഡലക്കാലം ഇന്ന് മകരവിളക്കോടെ അവസാനിക്കുമ്പോൾ കടന്നു പോകുന്നത്. വളരെ നല്ല ഒരു പരിവർത്തനത്തിനാണ് ശബരിമല ഈ കോടതി വിധിക്ക് ശേഷവും ഈ സർക്കാർ അത് കൈകാര്യം ചെയ്ത രീതിക്ക് ശേഷവും സ്ത്രീകൾ തലയുയർത്തി പ്രവേശിച്ചതിന് ശേഷവും കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ വീണ്ടും റിന്യൂവിലേക്ക് പോവുകയാണ്. റിന്യൂ, എന്തായാലും മകരവിളക്ക് ദിനം എത്തിയിരിക്കുകയാണ്. ഇന്ന് മകരവിളക്ക് ആണ്. ഇന്ന് വൈകിട്ട് മകരജ്യോതി തെളിയുകയാണ്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഭക്തരുടെ ഒരു തിരക്ക്? ഒപ്പം തന്നെ ഇന്നാണ് തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് എത്തും. എത്ര മണിയോടെ അത് സന്നിധാനത്ത് എത്തും? അതിനെക്കുറിച്ച് കൂടി. ലാഹയിലാണ് പർണശാല കെട്ടി അവർ തമ്പടിച്ചത്. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടി അവിടെ നിന്ന് കാനനപാതയിലൂടെ സഞ്ചരിച്ച് പമ്പയിലെത്തി. പമ്പയിൽ നിന്ന് ഉച്ചയോടുകൂടി സന്നിധാനത്തേക്ക് തിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് നടപ്പന്തലിലെത്തുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവരെ സ്വീകരിക്കും, ക്ഷേത്രനടയിലേക്ക് എത്തിക്കും. തുടർന്നാണ് ആചാരക്രമമുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരക്ക്, ഇത് മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷമുള്ള അത്യപൂർവമായുള്ള ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പർണശാലകൾ കെട്ടി അവർ വിരിവെച്ച് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മളത് റിപ്പോർട്ട് ചെയ്തതുമാണ്. അവരുടെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചതാണ്. പാലക്കാട് നിന്നും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശത്ത്, കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വിവിധ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ ആൾക്കാർ ഇവിടെ എത്തി തമ്പടിച്ചിരിക്കുന്നു. പത്മകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പത്മകുമാർ, അങ്ങനെ വലിയൊരു വെല്ലുവിളി നിറഞ്ഞ കാലയളവ്, ദേവസ്വം മന്ത്രി പറഞ്ഞതുപോലെ വലിയൊരു വെല്ലുവിളി നിറഞ്ഞ കാലയളവ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മകരവിളക്ക് ആണ്. എന്താണ് ഈ ഒരു തീർത്ഥാടന കാലത്തെ കുറിച്ച് പറയുമ്പോൾ? ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഫോൺ ബന്ധത്തിൽ എന്തോ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അദ്ദേഹത്തിലേക്ക് തന്നെ ഉടൻ എത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും റിന്യൂവിലേക്ക് ചേരുന്നു. റിന്യൂ, തുടരാം. റിന്യൂ, കേൾക്കാമോ? അതുപോലെ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ആ സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും, ഇനി മണിക്കൂറുകൾ മാത്രമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുവാൻ വേണ്ടി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യപൂർവമായിട്ടുള്ള തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആചാരപ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുന്നു, പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ നടക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക്, ഈ ഫ്ലൈ ഓവറൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് ഒരു ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകുന്നേരത്തോടുകൂടി
കൂടി തന്നെ മണൽത്തരികൾ പോലും ഇടാൻ കഴിയാത്ത അത്രയ്ക്ക് തിരക്കായിരിക്കും എന്നുള്ളതാണ് ഇവിടെ അനുഭവ സമ്പത്തുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. വരും കാലങ്ങളിലെല്ലാം തന്നെ ഇതേ തിരക്ക് തന്നെയായിരുന്നു. അതുപോലുള്ള അത്യപൂർവമായ തിരക്ക് തന്നെയാണ് ഇക്കൊല്ലവും. യാതൊരുവിധ കുറവും മകരവിളക്കുമായി ബന്ധപ്പെട്ടെത്തുന്ന അയ്യപ്പ ഭക്തരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അയ്യപ്പന്റെ ശ്രീകോവിലിന് തൊട്ടിപ്പുറത്ത് തന്നെ എല്ലാവരും സജ്ജീകരിച്ചിട്ടുണ്ട് പൂജാതി കർമ്മങ്ങളുമായി. ശ്രീ പത്മകുമാർ, എന്താണ് ഈ തീർത്ഥാടന കാലയളവിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ പ്രസിഡന്റായി എത്തിയതിനു ശേഷം ഒരുപാട് വെല്ലുവിളികൾ ഈ ഒരു തീർത്ഥാടന കാലയളവിൽ അദ്ദേഹത്തിന്റെ ബന്ധം വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഫോൺ ബന്ധം. റിനുവിലേക്ക് തന്നെ പോകുന്നു. റിനു, പറഞ്ഞോളൂ. റിനു, കേൾക്കാമോ? പ്രിയ, കേൾക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തന്നെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി സംസാരിച്ച് കൃത്യമായി തന്നെ വിലയിരുത്തി അവർ റൂമിലേക്ക് മടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഇപ്പോൾ തന്നെ നിരീക്ഷണ സമിതി അംഗങ്ങൾ, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി അംഗങ്ങൾ കൃത്യമായി തന്നെ സന്നിധാനത്തുണ്ട്. അവരും എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇവിടെ നിന്ന് പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ 16-ാം തീയതി വരെയാണ് നിരീക്ഷണ സമിതി അംഗങ്ങൾ ഇവിടെയുള്ളത്. ഇത്തരത്തിൽ വകുപ്പ് മന്ത്രിയും ഇന്ന് ഇവിടെ തങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം തിരുവാഭരണ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് മകരവിളക്കും കഴിഞ്ഞതിന് ശേഷമായിരിക്കും അദ്ദേഹവും ഇവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹം ഒരു സുപ്രധാന കാര്യം തന്നെയാണ് പറഞ്ഞു വെച്ചത്. കാരണം രാജ്യം ഭരിക്കുന്ന, രാജ്യത്തിന് സുരക്ഷ നൽകേണ്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ശബരിമലയുടെ പേരിൽ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി പ്രചോദനം നൽകുന്നു. ഒപ്പം ശബരിമലയിലേക്ക് ആരും വരരുത് എന്നുള്ള ഒരു സന്ദേശം നൽകുന്നു, ഒരു പ്രചരണം നടത്തുന്നു. അത്തരത്തിൽ അവർ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒപ്പം പറഞ്ഞത് എന്ത് തന്നെ സംഭവിച്ചാലും, അതായത് ദർശനം നടത്തുന്നവർക്ക് ഒന്നും ആകാതെ, അതായത് അയ്യപ്പ ഭക്തർക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ, നടവരവ് വരുമാനം കുറവാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ അതിനെല്ലാം തന്നെ ഒപ്പമുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു വെച്ചത്. മറ്റൊന്ന്, വിഷുവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സൗജന്യ യാത്രയുടെ ഒരു കാര്യം, അതിനെക്കുറിച്ച് സർക്കാരിന്റെ ഭാഗത്തൊരു തീരുമാനമായിട്ടില്ല. അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അത് KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരാണ് അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. ഒപ്പം ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിന്റേതായ തീരുമാനങ്ങൾ എടുക്കാമെന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും കൃത്യമായി തന്നെ രാവിലെ എത്തി മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരുക്കങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം, പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് അദ്ദേഹം റൂമിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ അക്രമ സംഭവങ്ങൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മണ്ഡലകാലത്തിന് മുന്നോടിയായ മണ്ഡലകാല സമയത്തൊക്കെ തന്നെ നടന്നിരുന്നു. ചിത്തിരാട്ട വിശേഷ പൂജയ്ക്കൊക്കെ തന്നെ നട തുറന്നപ്പോൾ തേങ്ങ എറിഞ്ഞുള്ള ഒരു പ്രതിഷേധം ഉൾപ്പെടെ, അതായത് ജനങ്ങളെ അപായപ്പെടുത്തുവാനുള്ള ഒരു പ്രതിഷേധം ഉൾപ്പെടെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ, മന്ത്രി പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആയിരുന്ന, അല്ലെങ്കിൽ ഒരു മണ്ഡലകാലം മകരവിളക്ക് ഉത്സവം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ കടന്നു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ കൊണ്ട് അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുമാനത്തിന്റെ കാര്യം. വരുമാനം എത്ര കണ്ട് കുറഞ്ഞാലും സാരമില്ല, സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വരുമാനം കുറയുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകൾ നടത്തിയ ഒരു പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ശബരിമല പുണ്യഭൂമിയെക്കുറിച്ച് രാഷ്ട്രീയം കളിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. സർക്കാരല്ല യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത് സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഒരു ഉത്തരവാണ്. അത് നടപ്പിലാക്കുവാൻ ഏത് സർക്കാരിനും പ്രതിജ്ഞാബദ്ധരാണ് ഏത് സർക്കാരും. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. അല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വീഴ്ചയും വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. എന്തായാലും മകരവിളക്ക് തെളിയുവാൻ, പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുവാൻ ഇനി
നിമിഷങ്ങൾ മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഉള്ളത്. ഇന്ന് കൃത്യം 1 മണിക്ക് മുതൽ പമ്പയിൽ നിന്ന് ആരെയും തന്നെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ്. അത്രയും തിരക്കാണ് സന്നിധാനത്തേക്ക് അനുഭവപ്പെടുന്നത്. പോലീസ് ക്രമീകരിച്ചിരിക്കുന്ന ബാരിക്കേഡുകളൊക്കെ വെച്ച് തന്നെ അയ്യപ്പ ഭക്തരെ തടഞ്ഞു നിർത്തി ശേഷം മാത്രമേ നമുക്ക് അത് ക്രമീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഒപ്പം പാണ്ടിത്താവളത്തിൽ നിന്ന് വരുന്നവരെയും 12 മണിക്ക് ശേഷം പാണ്ടിത്താവളത്തിൽ നിന്ന് താഴേക്ക് ആരെയും വിടില്ല, പുൽമേട് വഴി വരുന്നവരെ വിടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്. ഒപ്പം 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി ദേവസ്വം ബോർഡ്. വെല്ലുവിളി നിർത്തിയാൽ തീർത്ഥാടന കാലമാണ് പൂർത്തിയാക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി. വിവരങ്ങളാണ് റിനു സന്നിധാനത്തിൽ നൽകിയത്. ഇടവേള. അഭിമന്യുവിന്റെ കുടുംബത്തിന് CPIM നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വട്ടവടയിൽ നടക്കുന്ന ചടങ്ങിൽ പാർട്ടി സമാഹരിച്ച ധനസഹായവും മുഖ്യമന്ത്രി അഭിമന്യുവിന്റെ കുടുംബത്തിന് കൈമാറും. വട്ടവടയിൽ നിന്നും സമീർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, എപ്പോഴാണ് മുഖ്യമന്ത്രി അവിടെ എത്തുന്നത്? എപ്പോഴാണ് താക്കോൽദാന ചടങ്ങ് ആരംഭിക്കുന്നത്? പ്രിയ, അഭിമന്യുവിൻ്റെ വലിയ ഒരു സ്വപ്നമാണ് ഇന്ന് പൂവണിയുന്നത്. അവൻ ബാക്കി വെച്ച് പോയ ഒരു സ്വപ്നം CPIM ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ്റെ സഹോദരിയുടെ കൗസല്യയുടെ വിവാഹം നടത്തി കൊടുത്തത് പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള പരിചയത്തിന് ജോലി നൽകിയതും പാർട്ടിയാണ്. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ CPIM അഭിമന്യുവിൻ്റെ കുടുംബത്തിനായിക്കൊണ്ട് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വട്ടവട കൊട്ടക്കമ്പൂർ റോഡിൽ 10 സെന്റ് സ്ഥലമാണ് CPIM ഇതിനുവേണ്ടി വാങ്ങുകയും തുടർന്ന് അതിനകത്ത് വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കൃത്യം 10:00 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനുള്ള നടപടികളും എല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 10:00 തന്നെ മുഖ്യമന്ത്രി ഇവിടെ വരികയും തുടർന്ന് മുഖ്യമന്ത്രി ഈ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള വീട് 1256 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വിപുലമായിട്ടുള്ള സൗകര്യങ്ങളും ഈ വീടിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിനകത്തെ കാഴ്ചകൾ കൂടി കാണാം. പ്രത്യേകമായിട്ട് സജ്ജമാക്കിയിട്ടുള്ള ഒരു വേദിയും ആ വേദിയിൽ വെച്ചുകൊണ്ടുള്ള ഈ താക്കോൽദാന ചടങ്ങ് നടക്കും. അതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ വീട് സന്ദർശിക്കുന്നതും. അതിന് നമുക്ക് ഇപ്പോൾ ഈ വീടിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ഒരു വലിയ ഹാള് ആണ് ആദ്യം. പിന്നീട് അതിൻ്റെ അകത്ത് 3 ബെഡ്റൂമുകൾ, അടുക്കള, അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ മുറി എന്നിങ്ങനെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു നില വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു നില വീട്. എന്തായാലും ഏകദേശം 39 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിയതും ഒപ്പം തന്നെ വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. കൃത്യം 10:00 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും. തുടർന്ന് താക്കോൽദാനം നിർവഹിക്കും. അതോടൊപ്പം തന്നെ അഭിമന്യുവിൻ്റെ കുടുംബത്തിനായിക്കൊണ്ട് CPIM സമാഹരിച്ചിട്ടുള്ള സഹായനിധിയുടെ കൈമാറ്റവും മുഖ്യമന്ത്രി നിർവഹിക്കും. എന്തായാലും എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി 10:00 തന്നെ ഇവിടെ എത്തും. അതിനു വേണ്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ എത്തുന്ന പ്രമുഖരെയും കാത്ത് വട്ടവട ഗ്രാമം കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടുകൂടെയാണ്, വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഈ ഗ്രാമവാസികൾ ഈ ഒരു പരിപാടിയെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഒരു പ്രമുഖരുടെ നിര തന്നെ മുന്നോട്ട് എത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെത്തും. 10:00 മുഖ്യമന്ത്രി എത്തും. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ പ്രമുഖരുടെ ഒരു നിര തന്നെ ഇവിടെ എത്തും. പ്രത്യേകിച്ചും ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുകയും ചെയ്തിട്ടുള്ള മന്ത്രി M മണി, ഒപ്പം MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, അതോടൊപ്പം തന്നെ MLA S രാജേന്ദ്രൻ തുടങ്ങി പ്രമുഖർ ഇവിടെ എത്തും. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനും ഒപ്പം എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 10:00 തന്നെ ആയിരിക്കും താക്കോൽദാന ചടങ്ങും ഒപ്പം തന്നെ അഭിമന്യുവിൻ്റെ കുടുംബത്തിനായി സമാഹരിച്ചിട്ടുള്ള ധനസഹായത്തിൻ്റെ കൈമാറ്റവും മുഖ്യമന്ത്രി നിർവഹിക്കുക.
സമീർ, അഭിമന്യുവിന്റെ ഒരുപക്ഷെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു ഭവനം, ഈ ഒരു വീട്, സ്വന്തമായി കെട്ടുറപ്പുള്ള ഒരു വീട് ലഭിക്കുക വേണമെന്നുള്ളത് അഭിമന്യുവിന്റെ സ്വപ്നമായിരുന്നു. അതിപ്പോൾ അവന്റെ സഹപാഠികളും പാർട്ടി പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്ന് സാധിച്ചു നൽകിയിരിക്കുകയാണ്. ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകാൻ മുഖ്യമന്ത്രി അല്പസമയത്തിനകം അവിടെ എത്തും. ഒരു വലിയ നാട്ടുകാരുടെ ഒരു വലിയ നിര തന്നെ അവിടെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ അഭിമന്യുവിന്റെ സഹപാഠികളും അവിടെ എത്തിയിട്ടുണ്ടോ? പ്രിയ, നമുക്കറിയാം മഹാരാജാസ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അഭിമന്യുവിനെ ജൂലൈ 2-നാണ് SDPI തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആത്മബന്ധം ആ വിദ്യാലയത്തിന് ഉണ്ട്, അവിടുത്തെ സുഹൃത്തുക്കൾക്കുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി പേർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മഹാരാജാസ് കോളേജിലുള്ള വലിയ ഒരു സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ മൂന്നാറിലെത്തുകയും പിന്നീട് ഇന്ന് രാവിലെ തന്നെ അവർ ഇങ്ങോട്ട് എത്തുകയും ചെയ്തു. മഹാരാജാസിൽ നിന്നുള്ള അഭിമന്യുവിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള പ്രമുഖരും വൈകാതെ തന്നെ ഇങ്ങോട്ട് എത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഒരു വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു അഭിമന്യു. അതുകൊണ്ട് തന്നെ അഭിമന്യുവിൻ്റെ വിയോഗം ഒരു വിദ്യാർത്ഥിയുടെ നഷ്ടമല്ല ഒരു നാടിനുണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു തലത്തിൽ അതിൻ്റെ ഒരു വലിയ വിയോഗത്തിൻ്റെ ഒരു വേദനയിൽ തന്നെയാണ് ഈ ഗ്രാമമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവുന്നതിന് വേണ്ടിക്കൊണ്ട് അഭിമന്യുവിൻ്റെ കുടുംബത്തിന് ഈ താക്കോൽദാനം നിർവഹിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കുടുംബത്തിന് വേണ്ടിക്കൊണ്ടുള്ള സഹായനിധിയുടെ വിതരണത്തിനും സാക്ഷിയാവാൻ വേണ്ടി നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ചും ഈ മാസങ്ങളിലൊക്കെ തന്നെ വലിയ തണുപ്പാണ് വട്ടവട, കൊട്ടക്കമ്പൂർ മേഖലകളിൽ. പക്ഷേ ആ തണുപ്പൊന്നും തന്നെ വകവയ്ക്കാതെ നിരവധി പേർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി എത്തുമ്പോഴേക്കും ഇവിടെ ഒരു ജനസഞ്ചയം തന്നെ രൂപപ്പെടും എന്നതിൽ സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ നിന്ന് ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അഭിമന്യുവിന് ഉണ്ടായിരുന്നു. അഭിമന്യു SFIയുടെ ഒരു കരുത്തനായ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ പോയി പ്രസംഗിക്കുകയും പല തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വലിയ ഒരു സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് അഭിമന്യുവിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അഭിമന്യുവിൻ്റെ കുടുംബത്തിനുള്ള ഈ ഒരു താക്കോൽദാനം അതോടൊപ്പം തന്നെ സഹായനിധിയും വിതരണം ചെയ്യുന്നതിൻ്റെ ഈ പരിപാടിക്ക് എത്തുക എന്നുള്ള ലക്ഷ്യമായിക്കൊണ്ട് നിരവധി പേർ ഇപ്പോൾ തന്നെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി എത്തുമ്പോഴേക്കും കൂടുതൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മഹാരാജാസ് സ്കൂളിൽ നിന്നുള്ള വലിയൊരു സംഘം അധ്യാപകരും ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അവരൊക്കെ വൈകാതെ തന്നെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അഭിമന്യുവിന്റെ കുടുംബത്തിന് CPIM നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. അദ്ദേഹം 10:30 അവിടെ എത്തും. വട്ടവടയിൽ നടക്കുന്ന ചടങ്ങിൽ പാർട്ടി സമാഹരിച്ച ധനസഹായവും മുഖ്യമന്ത്രി അഭിമന്യുവിന്റെ കുടുംബത്തിന് കൈമാറും. വിവരങ്ങളാണ് അവിടെ നിന്നും തത്സമയം സമീർ നൽകിയത്. ഇടവേള. കോഴിക്കോട് പയ്യോളിയിൽ CPIM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. അയനിക്കാട് പുളിയുള്ള വളപ്പിൽ സത്യന്റെ വീടിന് നേരെയാണ് RSS അക്രമം. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, എന്താണ് സംഭവം? എപ്പോഴാണ് അക്രമം ഉണ്ടായത്? പ്രിയ, പുലർച്ചെ 3 മണിയോടെയാണ് ഇത്തരത്തിൽ അയനിക്കാട് പുളിയുള്ള വളപ്പിൽ സത്യന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. CPIM പ്രവർത്തകനായ സത്യന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞത് RSS സംഘമാണെന്ന് CPIM ആരോപിക്കുന്നുണ്ട്. എന്തായാലും ബോംബേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി കഴിഞ്ഞു. സംഭവത്തിൽ പയ്യോളി പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരെയാണ് ഇപ്പോൾ പയ്യോളി പോലീസ് കസ്റ്റഡി എടുത്തിട്ടുള്ളത്. RSS പ്രവർത്തകരായ അക്ഷയ്, ഷിൻദിൽ, അഭിമന്യു എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനുശേഷമായിരിക്കും ഇവർക്ക് നേരിട്ട് അക്രമത്തിൽ പങ്കുണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് പയ്യോളിയിൽ CPIM പ്രവർത്തകരുടെ വീടിന് നേരെ ബോംബേറ് നടന്നിരിക്കുന്നു. അയനിക്കാട് പുളിയുള്ള വളപ്പിൽ സത്യന്റെ വീടിന് നേരെയാണ് RSS അക്രമം. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടന്നത്. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 4ാമത് എഡിഷൻ സമാപിച്ചു. 4 ദിവസമായി 5 വേദികളിൽ വിവിധ സെക്ഷനുകളിൽ ചർച്ചകളും സംവാദങ്ങളുമാണ് നടന്നത്. സാംസ്കാരിക, സിനിമ, മാധ്യമ രംഗത്തെ നിരവധി പ്രമുഖർ KLF വേദിയിൽ ഇത്തവണയും എത്തി. ചർച്ചകളും സംവാദങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു 4 ദിവസം കോഴിക്കോട് കടപ്പുറം. ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമായെത്തിയ പ്രമുഖരുടെ പങ്കാളിത്തം KLFനെ ശ്രദ്ധേയമാക്കി. കാണികളുടെ സജീവ സാന്നിധ്യവും ഇടപെടലും എടുത്തു പറയേണ്ടതു തന്നെ. ട്രാക്കിംഗ് ഇന്ത്യ ഇൻ മോഡി ഇറ എന്ന വിഷയത്തിൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകളെ വിമർശിച്ചും പരിഹസിച്ചും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി സംസാരിച്ചു. Because then the political leader also sees value in being seen with cinema stars because the video will go viral. Maybe if he's seen with 15 farmers, nobody will see it. So I think we are all responsible in a way. We are also allowing our leaders to sort of live in this little bubble of theirs. We don't as citizens hold our leaders accountable enough in my view. അവസാന ദിവസം ബഹിരാകാശ ശാസ്ത്രം, കേരളം, മീശയ്ക്ക് ശേഷം മുലച്ചിപ്പറമ്പ് മുതൽ ശബരിമല വരെ അകറ്റി നിർത്തിയവരുടെ അവകാശങ്ങൾ, കാഴ്ചയെ സെൻസർ ചെയ്യുമ്പോൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു. DC കിഴക്കേമുറി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കവി കെ സച്ചിദാനന്ദൻ ഫെസ്റ്റിവൽ ഡയറക്ടറായ സമിതിയാണ് KLF സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസികളുടെ വിജ്ഞാനവും മികവും കേരള വികസനത്തിന് ഉപയോഗിക്കാനാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഭാഗമായാണ് പ്രവാസികൾക്ക് പ്രാതിനിധ്യ സ്വഭാവമുള്ള വേദിയായ ലോക കേരള സഭ രൂപം നൽകിയത്. ഏതെങ്കിലും രംഗത്ത് പ്രാവീണ്യമുള്ളവർ വികസന രംഗത്ത് അവരുടെ അഭിപ്രായം സർക്കാരിനെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ വേൾഡ് മലയാളി കൌൺസിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ പ്രൊജക്ട് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മികവും കേരളത്തിൻ്റെ ഇനിയുള്ള കാലത്തെ വികസനത്തിന് ഉപയോഗിക്കാനാകണം എന്നുമാണ് സർക്കാർ കാണുന്നത്. പ്രാവീണ്യമുള്ള ആളുകൾ ഗവൺമെൻറ് അങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള പ്രസ് രംഗം അവരവരുടെ അഭിപ്രായം ഗവൺമെൻറ്റിനെ അറിയിക്കാനും സന്നദ്ധരാകും. ചില രംഗങ്ങളിൽ പ്രായോഗികമായ പങ്കാളിത്തത്തിലൂടെ പ്രവാസികളുടെ വിജ്ഞാനവും സാങ്കേതിക പരിജ്ഞാനവും കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാമെന്നാണ് സർക്കാർ കാണുന്നത്. കേരളത്തിലെ പട്ടികവർഗക്കാർക്കായുള്ള 36ാമത് തലയ്ക്കൽ ചന്തു സ്മാരക റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അമ്പെയ്ത്ത് മത്സരങ്ങൾ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ നടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമുഖത്ത് സ്വതന്ത്ര ഇന്ത്യയ്ക്കായി പടപൊരുതിയ വയനാട്ടിലെ കുറിച്യരുടെയും കുറുമരുടെയും പടനായകനായിരുന്ന തലയ്ക്കൽ ചന്തുവിന്റെ സ്മരണ നിലനിർത്തുന്നതിനും പട്ടികവർഗക്കാരുടെ പാരമ്പര്യ അമ്പെയ്ത്തിലുള്ള പ്രാവീണ്യം പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കിർട്ടാഡ്സ് വർഷം തോറും തലയ്ക്കൽ ചന്തു സ്മാരക അമ്പെയ്ത്ത് മത്സരങ്ങൾ നടത്തുന്നത്. റോളിംഗ് ട്രോഫി തലയ്ക്കൽ ചന്തു സ്മാരക സ്കൂൾ ഓഫ് ആർച്ചറി ടീമും വനിതാ വിഭാഗത്തിൽ അർജുൻ അനേരി ടീമും കരസ്ഥമാക്കി. ബ്രിട്ടീഷ് ഭരണത്തോട് പടപൊരുതിയ വയനാടൻ മലനിരകളിലെ വില്ലാളി വീരന്മാരായ കുറിച്യരുടെയും കുറുമരുടെയും പടനായകനായിരുന്നു തലയ്ക്കൽ ചന്തു. പ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ആർതർ വെല്ലസ്ലിയോട് പടപൊരുതിയ പഴശ്ശിരാജാവിന്റെ സേനാനായകരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ വീരപരാക്രമങ്ങളെക്കുറിച്ച് വായ്മൊഴികളായി കേട്ടുവരുന്ന കഥകളല്ലാതെ മറ്റ് എടുത്തു പറയത്തക്ക സ്മാരകങ്ങളൊന്നും തന്നെ മുൻപ് ഉണ്ടായിരുന്നില്ല. 1981-82 തലയ്ക്കൽ ചന്തുവിന്റെ സ്മരണ നിലനിർത്തുന്നതിനായും പട്ടികവർഗക്കാരുടെ അമ്പെയ്ത്തിലുള്ള പ്രാവീണ്യം പരിപോഷിപ്പിക്കുന്നതിനുമായാണ് കിർത്താഡ്സ് തലയ്ക്കൽ ചന്തു സ്മാരക റോളിംഗ് ട്രോഫി സംഘടിപ്പിച്ചു വരുന്നത്. ഈ വർഷത്തെ അമ്പെയ്ത്ത് മത്സരത്തിൽ ആകെ 30 ടീമുകളാണ് പങ്കെടുത്തത്. ടീം അംഗങ്ങളിൽ ഭൂരിപക്ഷവും വയനാട് ജില്ലയിലെ കുറിച്യ സമുദായത്തിൽ ഉൾപ്പെട്ടവരാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും പരിശീലനത്തിലുള്ള പരാധീനതകളും ഇന്നും ഇവർക്ക് മുന്നിൽ പ്രതിസന്ധി തന്നെയാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പ്ലേയേഴ്സൊക്കെ നാഷണൽ കളിച്ച പ്ലേയേഴ്സാണ്. ഇപ്പോൾ കൂടുതൽ ആനുകൂല്യം കിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ മോഡേൺ എക്യുപ്മെന്റിന്റെ ആവശ്യമുണ്ട്. ഇപ്പം എനിക്കുണ്ട്, പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനൊന്നുമില്ല. അവർക്കും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ടീമിൽ ഞങ്ങൾക്ക് നല്ല സ്കോർ അടിച്ചിട്ട് ഒന്നിച്ച് ടീം അടിച്ച് ഇന്റർനാഷണൽ പോകാന്നൊക്കെയാണ് പ്ലാൻ. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇന്ത്യ റൗണ്ടിൽ ഷൂട്ട് ചെയ്തു. റിസർവ് ടീമുകൾ പാലക്കാട് ജില്ലയിലെ ഇരുള സമുദായത്തിൽപ്പെട്ടവരും ഇടുക്കി ജില്ലയിലെ മലയേറിയ സമുദായത്തിൽപ്പെട്ടവരും വയനാട് ജില്ലയിലെ വയനാട് കാടർ സമുദായത്തിൽപ്പെട്ടവരുമാണ്. കിർത്താഡ്സിന്റെ വർഷം തോറുമുള്ള പ്രാദേശിക ജില്ലാതല മത്സരങ്ങൾ, നാഷണൽ ഗെയിംസ്, ജൂനിയർ നാഷണൽ ആർച്ചറി എന്നീ മത്സരങ്ങളിൽ പങ്കെടുത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അഭ്യാസികളാണ് കോഴിക്കോട് അസ്ത്രാഭ്യാസ പ്രാവീണ്യം കാഴ്ചവെക്കാൻ എത്തിയത്. ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളെ അമ്പുകൾ കൊണ്ട് എതിരിട്ടവർ അവർ മുന്നേറുകയാണ്. ഇനിയും ഒളിമ്പിക്സിലടക്കം പങ്കെടുക്കണമെന്ന ആഗ്രഹങ്ങളുമായി. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.
അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ മികച്ച സംവാദകനുള്ള പുരസ്കാരം കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MLA അവാർഡ് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശംസാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന അന്യോന്യം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയാണ് ചന്ദ്രശേഖരനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡോക്ടർ ഡി ബാബു പോൾ, KM റോയ് എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. മാതൃഭൂമിയിലെ ഉണ്ണി ബാലകൃഷ്ണന് മാധ്യമരത്നം അവാർഡ്, ജോസി ജോസഫിന് മാധ്യമശ്രീ പുരസ്കാരം ഉൾപ്പെടെ മാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മലയാളികളുടെ മലയാളക്കരയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്. സിഖ് വിരുദ്ധ കലാപക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ മുൻ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സജ്ജൻ കുമാറിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഇരകളുടെ കുടുംബം സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. 1984 സിഖ് വിരുദ്ധ കലാപക്കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡിസംബർ 17 ദില്ലി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. സജ്ജൻ കുമാറിനോട് ഡിസംബർ 31 കീഴടങ്ങാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കീഴടങ്ങിയ സജ്ജൻ കുമാർ ഇപ്പോൾ ദില്ലി ബോർഡറിലുള്ള മണ്ഡോലി ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 2013 ഏപ്രിലിൽ കർക്കടൂർ ജില്ലാ കോടതി സജ്ജൻ കുമാറിനെ വെറുതെ വിട്ടതിനെതിരെ CBI ദില്ലി ഹൈക്കോടതി സമർപ്പിച്ച അപ്പീലിലാണ് സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. രാജ്നഗറിലുള്ള ദില്ലി കന്റോൺമെന്റ് ഹൌസിലെ ഒരു കുടുംബത്തിലെ 5 പേരെ 1984 നവംബർ 1 കൊലപ്പെടുത്തിയതെന്നാണ് സജ്ജൻ കുമാറിനെതിരെയുള്ള കേസ്. സംഭവം നടന്ന് 16 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്കെതിരെ ആരോപണമുണ്ടായതെന്നും തന്റെ നിലവിലെ പ്രായം കോടതി കണക്കിലെടുക്കണമെന്നുമാണ് സജ്ജൻ കുമാറിന്റെ വാദം. ഡിസംബർ 31 കീഴടങ്ങണമെന്ന കോടതി വിധി ഒരു മാസത്തേക്ക് കൂടി നീട്ടിനൽകണമെന്നാവശ്യപ്പെട്ട് സജ്ജൻ കുമാർ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അപ്പീൽ തള്ളിയിരുന്നു. ഡിസംബറിൽ സുപ്രീം കോടതി അവധിയിലായതിനാലാണ് സജ്ജൻ കുമാർ സമയം നീട്ടി ചോദിച്ചിരുന്നത്. അതേസമയം കലാപത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാവ് ജഗദീഷ് ട്രൈറ്ററെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെയും കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വിരുദ്ധമായി സംഘപരിവാർ നിലപാട് സ്വീകരിച്ച പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ നടപടി കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് ചർച്ചയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ ശക്തമായ എതിർപ്പുമായാണ് ആന്റണി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ സംഘപരിവാർ സമാന നിലപാട് AK ആന്റണി സ്വീകരിച്ചതോടെ കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധതയാണ് മറനീക്കി പുറത്തുവരുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്ത്രീപ്രവേശന വിഷയം സ്വാഗതം ചെയ്യുമ്പോഴാണ് സുപ്രീംകോടതിയുടെ ചരിത്രവിധി കേരളത്തിലെ സംഘപരിവാറിനായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണി തള്ളിപ്പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതിക്കും എടുത്തിയാട്ടമായി പോയതാണ് എന്റെ അഭിപ്രായം. കുറച്ചുകൂടി പക്വമായി കൈകാര്യണ്ടായിരുന്നു. സ്ത്രീക്ക് തുല്യ അവകാശമെന്ന കേന്ദ്ര നിലപാട് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ശബരിമല യുവതീ പ്രവേശന വിധിയെ ഇവർ ഇതുവരെ വിമർശിക്കാനോ തള്ളിപ്പറയാനോ തയ്യാറായിട്ടുമില്ല. എന്നാൽ ശബരിമല വിഷയം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ സംഘപരിവാറിന്റെ അക്രമങ്ങളെ തലോടുക മാത്രമാണ് ഇരുവരും ഇതുവരെ ചെയ്തു വന്നത്. ഈ ഘട്ടത്തിലാണ് ഇവരെ മറികടന്നുള്ള AK ആന്റണിയുടെ കോടതി വിധി വിരുദ്ധ നിലപാട്. കേന്ദ്ര നേതൃത്വത്തിലുള്ള നേതാവ് ദേശീയ തലത്തിൽ ഒരഭിപ്രായവും സംസ്ഥാനത്തിലെത്തുമ്പോൾ മറിച്ചുള്ള അഭിപ്രായവും നടത്തുന്നത് ശരിയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്ന ചോദ്യം. കേരളത്തിൽ വരുമ്പോൾ ഒരു നിലപാടും ദേശീയ തലത്തിൽ നിൽക്കുമ്പോൾ വേറൊരു നിലപാടും പറയുന്നത് ഒരു ദേശീയ നേതാവിന് ചേരുന്നതാണോ എന്ന ചോദ്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആന്റണിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് സാധാരണ കോൺഗ്രസുകാർ ആശങ്കയോടെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ആന്റണി നടത്തിയ പ്രസ്താവന രാഷ്ട്രീയമായും നിയമപരമായും ശരിയല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. AK ആന്റണി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് നിയമപരമായും ശരിയല്ല, രാഷ്ട്രീയമായി ശരിയല്ല, നിയമപരമായും ശരിയല്ല. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാട് നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ശബരിമലയിൽ ദർശനം നടത്തിയതിന് പിന്നാലെ തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ ചെയ്ത നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കനകദുർഗയും ബിന്ദുവും. സംഘപരിവാറിന്റെ ആക്രമണത്തെ ഭയക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ആർപ്പോ ആർത്തവം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. അയ്യപ്പ ദർശനത്തിന് ശേഷം രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്ന കനകദുർഗയും ബിന്ദുവും ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആയുധത്തിനെതിരെ കൊച്ചിയിൽ ആർപ്പോ ആർത്തവം എന്ന സംഘടന നടത്തിയ പരിപാടിയിലെ രണ്ടാം ദിവസമാണ് അപ്രതീക്ഷിതമായി കനകദുർഗയും ബിന്ദുവും എത്തിയത്. പോലീസിന്റെ സംരക്ഷണയില്ലാതെയാണ് എത്തിയതെന്ന് ഇരുവരും പറഞ്ഞു. സംഘപരിവാർ ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ഞാൻ കയറുന്ന സമയത്തും പറഞ്ഞു എനിക്ക് അങ്ങനെ ഇവരെ ഭയമില്ല. ഇപ്പോഴും എനിക്ക് ഈ പറയുന്ന എതിർപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളെ ഞാൻ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് അവരെ പേടിയില്ല. യാഥാസ്ഥിതികരായ മനുഷ്യർ ഇറക്കിയ കലാപമാണ് ഞങ്ങൾ കയറിയ ഉടനെ പിറ്റേ ദിവസം കണ്ടത്. പക്ഷെ അത് ഭയന്നിട്ടല്ല ഞങ്ങൾ പിന്മാറി നിൽക്കുന്നത്. ഞങ്ങൾ കാരണം സാധാരണ ജനങ്ങൾക്ക് അവരുടെ സാധാരണ ജീവിതം വഴിമുട്ടിപ്പോകരുത്. തങ്ങൾ ദർശനം നടത്തിയതിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കനകദുർഗയും ബിന്ദുവും പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഈ പറയുന്ന തന്ത്രി അവിടെ നടയടച്ച് ശുദ്ധീകരണ ഈ പറയുന്ന പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കെതിരായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സംഘപരിവാർ ഭീഷണികളെ വെല്ലുവിളിച്ച് ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയും ബിന്ദുവും ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നെടുമങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ദളിത് യുവാവിനെ ബിജെപി പ്രവർത്തകരായ സ്ത്രീകൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയായ ബിജെപി പ്രവർത്തകനെ പോലീസിന് കാണിച്ചുകൊടുത്തു എന്നാരോപിച്ചതായിരുന്നു മർദ്ദനം. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ദീപകിനെയാണ് ഒരു സംഘം ബിജെപി പ്രവർത്തകരായ സ്ത്രീകൾ ആക്രമിച്ചത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബാക്രമണം നടത്തിയ കേസിൽ ബിജെപി പ്രവർത്തകനായ രതീഷിനെ കഴിഞ്ഞ ദിവസം വീട് വളഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രതീഷിന്റെ വീട് പോലീസിന് കാണിച്ചു കൊടുത്തു എന്നാരോപിച്ചാണ് ബിജെപി പ്രവർത്തകരായ ഒരു സംഘം സ്ത്രീകൾ ഇന്ന് ദീപകിനെ ആക്രമിച്ചത്. ഒരു പുലയന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് നീ പോലീസുകാരെ അടിച്ച ഇതിൽ RSS പ്രവർത്തകരെ കാണിച്ചു കൊടുക്കുമ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്രമിക്കുകയും കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ദീപകിനെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ദീപക് തങ്ങളെയാണ് ആക്രമിച്ചതെന്ന് ആരോപിച്ച് ബിജെപി പ്രവർത്തകരായ സ്ത്രീകൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ്. ബോംബാക്രമണ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടെ ഭാര്യയെയും നവജാത ശിശുവിനെയും പോലീസ് ആക്രമിച്ചെന്ന വ്യാജ പ്രചരണം പ്രതിയുടെ വെളിപ്പെടുത്തലോടെ പൊളിഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ദളിത് യുവാവിനെ ഒരു സംഘം ബിജെപി പ്രവർത്തകരായ സ്ത്രീകൾ ആക്രമിച്ച ശേഷം സ്വയം ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് കക്കാടംപോരിൽ ആദിവാസി യുവതി ഷോക്കേറ്റ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. രാധികയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൂമ്പാറ സ്വദേശി ഷെരീഫിനെ തിരുവമ്പാടി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വായ്പയായി നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 8-ന് കക്കാടംപോയിലെ കൃഷിസ്ഥലത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ രാധികയുടെ മരണമാണ് പോലീസ് അന്വേഷണത്തിലൂടെ കൊലപാതകമെന്ന് വ്യക്തമായത്. പോസ്റ്റ്മോർട്ടത്തിൽ രാധികയുടെ കൈവിരലിൽ വയർ ചുറ്റിയതിന്റെ പാടുകൾ കണ്ടെത്തിയത് സംശയമുണർത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് രാധികയ്ക്കൊപ്പം 8 വർഷമായി വാഴകൃഷി നടത്തി വന്ന ഷെരീഫിലേക്ക് എത്തിച്ചത്. പലപ്പോഴായി രാധികയിൽ നിന്നും വാങ്ങിയ 1 ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി പി ബിജുരാജ് പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി സംശയം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 9 വർഷത്തോളമായി അവിടെ ഒരു ജോലി ചെയ്യുന്ന ഷെരീഫ് എന്ന് പറഞ്ഞ അവനും ഈ സ്ത്രീയും തമ്മിൽ സാമ്പത്തികമായിട്ട് തർക്കമുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കത്തിൽ ഷെരീഫ് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. വാഴകൃഷിക്കായി ഇവർ വൈദ്യുത മോഷണം നടത്തിയതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. താമരശ്ശേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയ ഷെരീഫിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടികവർഗ യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്ന് മന്ത്രി A.K. ബാലൻ. ആദിവാസി യുവജനങ്ങൾക്ക് അധ്യാപകരായി നിയമനം നൽകുന്ന ഗോത്രബന്ധു പദ്ധതിയും തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം നൽകുന്ന ഗോത്ര ജീവിക പദ്ധതിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തുന്നതോടൊപ്പം പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സ്കൂളുകളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക, സ്കൂൾ പ്രവേശനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. മതിയായ യോഗ്യതയുള്ള പട്ടികവർഗ യുവതീ യുവാക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോത്രഭാഷ പഠന സഹായ അധ്യാപകരായി നിയമിച്ച്
ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയാണ് ഗോത്രബന്ധു പദ്ധതിയുടെ ലക്ഷ്യം. 21 എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലായാണ് പട്ടികവർഗ വിഭാഗത്തിലെ അധ്യാപകരായി നിയമിക്കുന്നത്. ഗോത്രജീവിക പദ്ധതിയിലൂടെ ആദിവാസി മേഖലയിൽ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. പട്ടികവർഗ മേഖലയിൽ ഗോത്രഭാഷ അറിയാവുന്ന ETC പാസ്സായ ENT പാസ്സായ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക. ഒരൊറ്റ പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ ENT പാസ്സായ ETC പാസ്സായ ആളായാലും പ്രധാനം തൊഴിലില്ലാതെ ഉണ്ടാകാൻ പാടില്ല. ഗോത്രജീവിക പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് പരിശീലനം നേടിയ 1770 പേരെ സംഘടിപ്പിച്ച് സ്വാശ്രയ സംഘം രൂപീകരിച്ച് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തും. പരിശീലനം ലഭിച്ചവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട്. വിദഗ്ധ പരിശീലനം ലഭിച്ച 1400ഓളം പേർക്ക് വിദേശത്ത് ജോലി ഉറപ്പും വരുത്തിയിട്ടുണ്ട്. കോട്ടത്തറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.